ഇനി ആ സൈഡിലേക്ക് പോവുമോ, അതെങ്ങാനും വരുമോ, ഇനി പിടിക്കുമോ, അടി കൊടുത്ത് വിട്ടേക്കണമല്ലേ ഇനി എന്നെ അങ്ങനെ എന്നാലും അവൻ എന്നെ തല്ലിയില്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് വന്നാലോ, ഇങ്ങനെ ഓർത്ത് ഭയങ്കര പേടിയാണ്. ഇനി അത് എന്താകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കോളേജ് അടയ്ക്കാൻ സെമസ്റ്ററൊക്കെ അല്ലേ, സെമസ്റ്റർ എക്സാമൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കൊണ്ടേ നമുക്കങ്ങനെ അടയ്ക്കില്ല. പിന്നെ ലീവ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ലീവ് എടുത്ത് വിട്ടിരിക്കണമെങ്കിൽ ഇവനെ ഇങ്ങനെ ഇരുത്താൻ ഇപ്പം പേടിയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമുക്ക് വന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനൊരു പേടി. 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ ആ കാണുന്നതൊരു വീടാണ് കേട്ടോ, ഇതാ കാണുന്നത്. അപ്പം പിന്നെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാണുന്നതൊരു ഫാമാണ്, നമ്മുടെ വീടിൻ്റെ പുറകിലേ അത് പശു ഫാമാണ്, പശുവുണ്ട്, ആടുണ്ട്. അപ്പം എടാ എണീക്കടാ, ഇതുപോലെ കിടക്കണം കണ്ടതാ എസ്ര മൂവിക്കകത്ത് സ്റ്റാർട്ടിങ്ങിൽ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരാളെ എസ്ര ചവിട്ടിക്കൂട്ടി വലിച്ചു കീറിയിട്ടേക്കണാണോ, അതുപോലെ ഉണ്ട്. എടാ എണീക്കടാ. ഇതെന്നെ ഒരുമാതിരി തല്ലാൻ നിൽക്കുമ്പോൾ നിൽക്കണം. പിന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് എനിക്ക് പേടി. ആ ചെറുക്ക അതിലൊക്കെ ഇറങ്ങിയാണെന്നാലോ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഒരു പണി കൂടി നമുക്ക് കഴിഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു പണി കൂടി കഴിഞ്ഞാൽ മതി, ചോറ് വാർത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴുകാൻ 2 പാത്രം ഇരിപ്പുണ്ട്, ചക്ക വേവിച്ച പാത്രം, ചക്ക എടുത്ത പാത്രം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ ചേട്ടനാണെങ്കിൽ മോട്ടർ ഓൺ ചെയ്തിട്ട് ഈ പണി പോയിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ അത് അങ്ങോട്ട് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ലക്ഷൂറിയസ് അടുക്കള അല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ അടുക്കള വിഭവങ്ങളാണ്. പയറ് മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, പിന്നെ ഉപ്പുമാവ്, പിന്നെ മീൻകറി നമുക്ക് ഓൾറെഡി ഉണ്ട്, ഒരുപാടൊന്നും ഇല്ല എന്നാലും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇനി ഈ ഒരു പാത്രം, പിന്നെ മുട്ട പൊരിച്ച പാത്രം, ചക്ക വേവിച്ച പാത്രങ്ങൾ നമുക്ക് കഴുകി വെച്ചാൽ മതി. അപ്പോൾ ഇന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. മുറ്റം അടിക്കണം, ചൂടെടുത്ത് ചേട്ടൻ ആട്ടും കൂടെ അടിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ഇപ്പോൾ മുറ്റം അടിക്കാൻ ചൂടില്ലാതെ ഞാൻ ഇരിക്കുക. ആണെങ്കിൽ ചാരം എടുക്കണം, നമ്മൾ കപ്പയ്ക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചാരവാ, കെട്ടി വെച്ചേക്കണതാ. ഇത് മെറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടി വെച്ചതാ. നമ്മൾ കപ്പ നട്ടിട്ടുണ്ടല്ലോ, കപ്പ നട്ടേക്കണടുത്ത് കപ്പയ്ക്ക് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചാരം കൊണ്ടിടാം. ചാരം ഇടാനായിട്ട് ഞാനില്ല കേട്ടോ, ഞാൻ കോളേജിൽ പോവാം. ചേട്ടൻ പറഞ്ഞു എന്നോട് കോളേജിൽ പോകാൻ. അപ്പോൾ ദേ ഒരു കൂട്ടം കാണിച്ചു തരട്ടെ. വല ഇട്ടേക്കണുണ്ട് ചുറ്റും. നമുക്ക് കുറച്ച് നെറ്റ് തികയാതെ വന്നു, അല്ലെങ്കിൽ ഇന്നലെ തന്നെ അത് നമ്മൾ മൊത്തം അങ്ങ് ഇട്ടേനെ. നല്ല ഹൈറ്റിലാണ് ഇട്ടേക്കണേ. താറാമ്മ വന്നൊന്ന് വഴക്കുണ്ടാക്കണുണ്ടോ. അതിനകത്തൊന്ന് കയറണം എന്നുണ്ട് താറാമ്മയ്ക്ക്. ബാക്കി എല്ലാവരും നമ്മളകത്താക്കി, താറാമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻസൂട്ടനെ പിടിക്കാൻ വന്ന പാമ്പ് ഇവിടെയാണ് കേട്ടോ വന്നത്. ഈ കരിങ്കല്ല് കിടക്കുന്ന കണ്ടോ, ആ ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ ആ കരിങ്കല്ല് കിടക്കുന്നിടത്താണ് ആ പാമ്പ് വന്നത്. അപ്പം അന്ന് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ പാട്ട കിടക്കുന്നുണ്ടോ, ആ പാട്ട ആ കരിങ്കല്ലിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ അന്ന് ആ പാട്ട എടുത്ത് മാറ്റിയതാണ് അത്. അപ്പോൾ ആ പാട്ടയുടെ അടിയിലേക്കാണ്, ആ പാട്ട ഈ കരിങ്കല്ലിൻ്റെ മുകളിലായിരുന്നു. ആ പാട്ടയുടെ അടിയിലേക്കാണ് അന്ന് ആ പാമ്പ് പൂച്ചക്കുഞ്ഞിനെ വലിച്ചുകൊണ്ട് പോയത്.
അപ്പോൾ പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ ആൻസ് കേൾക്കുന്നത് ആ പാട്ടയുടെ അടിയിൽ നിന്നാണ്, ആ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ അവൻ പോയി അത് പൊക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ വരിഞ്ഞ് മുറുകി ചുറ്റി കിടക്കുന്ന പാമ്പിനെ കാണുന്നതും പാട്ടൊക്കെ ഇട്ട് അടിക്കണതും. അന്നേരമാണ് അത് അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആൻസിനെ പിടിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ കാലിൽ മാത്രം പിടിച്ചു, മേത്ത് ചുറ്റാൻ തോന്നിയില്ലാത്തത് ദൈവകൃപ. അപ്പോൾ എന്നാണേലും നമ്മളിനിയിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. നമുക്കിവിടെ നെറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിര് തീർത്തങ്ങ് നെറ്റിട്ട് പോകും. പിന്നെ ഈ ഭാഗത്തേക്ക് അവർക്ക് വരേണ്ട കാര്യം വരുന്നില്ല. പ്രാണി പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും വരാറില്ല. അപ്പോൾ അതായത് നമ്മുടെ എല്ലാ മരങ്ങളും നമുക്ക് ഇതിനകത്തായിപ്പോയിട്ടോ. മൾബറി അകത്തായിട്ടുണ്ട്, പിന്നെ ഇത് അകത്തായിട്ടുണ്ട്, കറിവേപ്പ് എല്ലാം അകത്താകുക. പിന്നെ നെറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള ഇഴജന്തുക്കളൊന്നും വന്ന് നെറ്റിലേക്ക് വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പോയിന്ന് കൂട്ടിയാൽ മതി. നെറ്റിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ കുടുങ്ങി അവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ, രക്ഷപ്പെടത്തില്ല. അപ്പം നെറ്റിനകത്ത് ഒരു കാരണവശാലും ഇഴജന്തുക്കൾ കയറത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഇത് തീർന്നാൽ പിന്നെ അങ്ങോട്ട് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഈ റബ്ബർ തോട്ടം അങ്ങോട്ട് പോയി എത്തുന്നത് അതിൻ്റെ കരയിൽ തോടാണ്. അപ്പോൾ ആ തോട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വനമേഖലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും മഴവെള്ള സമയത്തൊക്കെ, മഴ പെയ്യുന്ന സമയത്തൊക്കെ പെരുമ്പാമ്പൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോരും. അങ്ങനെ പോകുന്ന ഇവിടെ ഇതിലേക്ക് ഇതുപോലെയൊക്കെ കാടാണ്. ഇങ്ങോട്ടൊന്നും വീടില്ലല്ലോ, അതായത് താഴെ ആ ഒരു വീടേ ഉള്ളൂ. അവിടെയാണെങ്കിലും അവർക്കാണെങ്കിലും 1.5-2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ ആ കാണുന്നതൊരു വീടാണ് കേട്ടോ, ഇതാ കാണുന്നത്. അപ്പം പിന്നെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതൊരു ഫാമാണ്. നമ്മുടെ വീടിൻ്റെ പുറകിലേ അത് പശു ഫാമാണ്. പശുവുണ്ട്, ആടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങോട്ട് വീടില്ല, ഈ ഒരു പ്രദേശത്തേക്ക് വീടില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വീടുണ്ടായാലും ടൗൺ ഏരിയയിൽ പോലും പെരുമ്പാമ്പ് വരാറുണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മരത്തിൻ്റെയൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പേടിയല്ല. മരത്തിലൊക്കെ ചുറ്റിക്കിടന്ന് അറിയത്തില്ല ഈ സാധനം. ഇതിൻ്റെ കളറാണെങ്കിൽ ഒരുമാതിരി വാഴയിലയുടെ കളറുമാണ്. അതാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഒട്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ പറമ്പിൽ കൂടെ കയറി പതുക്കെ ഇരിങ്ങ് പോരാ. പിന്നെ ഇത്ര നാളെന്ന് വെച്ചാൽ വേനൽക്കാലമൊക്കെ അല്ലായിരുന്നോ, തീറ്റയ്ക്കൊക്കെ വേണ്ടി വന്നതാകും. പിന്നെ ഇവിടെ നിന്ന് പതുങ്ങിയിരുന്ന് കോഴിയൊക്കെ പിടിച്ചിട്ടുണ്ടായി. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോഴിയൊക്കെ പിടിച്ച ചിലപ്പോൾ കീരി ആയിരിക്കില്ല, ഈ പെരുമ്പാമ്പായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവൻ വീണ്ടും അന്വേഷിച്ചൊക്കെ വന്നത്. ആണേലും ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ വിഷമുള്ള പാമ്പിനേക്കാൾ ഡേഞ്ചറാണ്. വിഷമുള്ളവൻ നമ്മൾ അങ്ങോട്ട് ചെന്നാലേ ഇങ്ങോട്ട് കടിക്കത്തുള്ളൂ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ. പക്ഷേ ഇവൻ അങ്ങനെയല്ലല്ലോ. അവൻ ആഹാരമാക്കാൻ വേണ്ടി നമ്മളെ നോട്ടയിട്ട് വെച്ച് അവൻ്റെ ഇരകളാണ് നമ്മൾ അവൻ്റെ ഫുഡാണ്. അപ്പം അതുകൊണ്ട് അവൻ നോട്ടയിട്ട് വെച്ചിട്ട് പതുങ്ങിയിരുന്ന് ഇങ്ങോട്ട് ആക്രമിക്കും. മറ്റവന്മാർ പക്ഷെ പതുങ്ങിയിരുന്നൊന്നും ആക്രമിക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ചവിട്ടുമെന്നൊക്കെ ഓർത്ത് തിരിഞ്ഞു കൊത്തിയെങ്കിലേ ഉള്ളൂ. അപ്പം അതാണ് പ്രശ്നം. അപ്പം ഇവിടെ വന്നേ പിന്നെ ഞാനങ്ങനെ പാമ്പിനെ എന്നിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു സംഭവം വന്നത് അതിദാരുണമായി പോയി. സത്യത്തിൽ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. ഈ പരിസരത്തുള്ളവർക്കൊക്കെ പേടി. അതിന് മുമ്പ് ഈ ഭാഗത്തേക്ക് കണ്ടില്ലെങ്കിൽ തോടിൻ്റെ അക്കരയൊക്കെയാണ് കണ്ടത്. ഈ ഭാഗത്തു നിന്ന് ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഈ വാഴയുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നൊക്കെ പണ്ട് പിടിച്ചിട്ടുള്ള പെരുമ്പാമ്പിനെ. നിങ്ങൾ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോരില്ല. രാത്രിയാണല്ലോ ഇതുങ്ങളുടെ സഞ്ചാരം കൂടുതലും. വൈകിട്ടാകുമ്പോഴത്തേക്ക് അവർ ഈവനിങ് വാക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി മൊത്തം കറങ്ങി നടക്കും. പകലെവിടെയെങ്കിലും ജനങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവന്മാർ പിന്നെ വരത്തില്ല. അവർ സൗണ്ടൊക്കെ കുറഞ്ഞൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരിക്കും ഇവർ ഇറങ്ങി നടക്കുന്നത്. ഇതാണെങ്കിൽ ഇത് നല്ല വണ്ണമുള്ളതാണ്, ആൻസിൻ്റെ തൊടയുടെ വണ്ണം ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ സാധനം. പിന്നെ ഇതിങ്ങനെ മേത്ത് കയറി ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലെല്ലാം ഒടിയുമല്ലേ. അപ്പോൾ എല്ലാം ഒടിഞ്ഞ് കഴിയുമ്പോൾ ഇവന്മാർക്ക് വിഴുങ്ങാൻ എളുപ്പം. എന്തൊക്കെ ബുദ്ധിയല്ലേ ദൈവം. മനുഷ്യർക്ക് മാത്രമൊന്നുമല്ല, മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും വണ്ടുകൾക്കും ഈ പ്രാണികൾക്കും ഉറുമ്പുകൾക്കും ഒക്കെ അവരവരുടേതായ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും
ഒരു വലിയൊരു അപകടം ദൈവകൃപയാൽ ഒഴിഞ്ഞു പോയി എന്ന് പറയാം. അതുകൊണ്ട് നാൻസ് വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇതാ താറാമ കയറി നിൽക്കണമൊക്കെ. നാൻസ് വീട്ടിൽ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം അവൻ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പുറത്തൊന്നും ഇറങ്ങൂല, ഞാൻ അതാ ഇതാ മറ്റേതാന്നൊക്കെ അവൻ പറഞ്ഞിരിക്കും. പക്ഷേ അവൻ ഇറങ്ങും. അവനങ്ങനെ പേടിയില്ലാത്ത കൂട്ടത്തിലായോണ്ടേ അവൻ ഇറങ്ങും, ഇറങ്ങി നടക്കും. അവൻ എത്രയൊക്കെ പറഞ്ഞാലും അവൻ ഇറങ്ങി നടക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. ആ കൊച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല, ഓടിപ്പാഞ്ഞ് നടക്കുന്നേ. അതിനൊരിതാ ഇപ്പം ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഒന്നോടെ ഒരു ധൈര്യം എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും. അപ്പം അവൻ 2 മാസത്തേക്ക് വീട്ടിലിരിക്കുമ്പോൾ ഞാനെങ്ങനെ കോളേജിൽ പോയിരിക്കുമെന്ന് ഓർത്ത് ഇപ്പം എനിക്ക് ടെൻഷൻ. ചേട്ടൻ്റെ ഫോട്ടോ വീട്ടിലിരിക്കാൻ പറ്റില്ല. ചേട്ടന് വേറെ ഇനിയിപ്പോൾ കപ്പയ്ക്ക് വളമിടാനൊക്കെ പോകൂലേ, അന്നേരം ഇവനെ കൂടെ കൊണ്ടുപോകാൻ പറയാം. ഇവനെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകണത്ര ശരിയല്ല. ഇവൻ ഇതിലെല്ലാം ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായി പോകും. എത്ര പറഞ്ഞു കൊടുത്താലേ പിള്ളേർ കുറേ നേരം വീടിനകത്തിരുന്ന് ബോറടിക്കും, പിന്നെ ഇറങ്ങി നടക്കും. പിന്നെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് നമ്മൾ 2 ദിവസമായിട്ട് ഇന്നലെ ആൻസറിനെ നേരത്തെ അങ്ങ് വിട്ടു. അവൻ്റെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. പിള്ളേർ അവിടെ പോയി അമ്പലത്തിൽ നിന്ന് ചോറൊക്കെ ഉണ്ട്, അച്ചാറും സാമ്പാറും പിന്നെ ഒരു മെഴുക്കുവരട്ടി ആയിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചോറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു 10 മണിയായപ്പോൾ പോയി 1 മണിക്കൂറോളം അവിടെ പോയി ഇന്ന് കലാപരിപാടികളൊക്കെ കണ്ട് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇവനെ ഇങ്ങനെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകണം ആരെടുത്തിട്ട് എനിക്കൊരു ടെൻഷനാണ്. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ, നേരത്തെയൊക്കെ കൊണ്ടുപോകായിരുന്നു, പിന്നെ ഇപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ റൂൾസൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇവനെ എത്രയൊക്കെ പറഞ്ഞാലും അവൻ കണ്ണ് വെട്ടിച്ചൊക്കെ പോകും. ഞാൻ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടൊന്നും പോകരുതെന്ന് പരമാവധി പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും പിള്ളേരല്ലേ, ഇനി അവൻ പോയില്ലെങ്കിൽ പോലും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. അവൻ ഇനി ആ സൈഡിലേക്ക് പോവുമോ, അതെങ്ങാനും വരുമോ, ഇനി പിടിക്കുമോ, അടി കൊടുത്ത് വിട്ടേക്കണതല്ലേ ഇനി അങ്ങനെ അവൻ. എന്നാലും അവൻ എന്നെ തല്ലിയില്ലോ എന്നും പറഞ്ഞ് തിരിച്ച് വന്നാലോ, ഇങ്ങനെ ഓർത്ത് ഭയങ്കര പേടിയാണ്. ഇനി അത് എന്താകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കോളേജ് അടയ്ക്കാൻ സെമസ്റ്ററൊക്കെ അല്ലേ, സെമസ്റ്റർ എക്സാമൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കൊണ്ടേ നമുക്കങ്ങനെ അടയ്ക്കില്ല. പിന്നെ ലീവ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ലീവ് എടുത്ത് വിട്ടിരിക്കും. ഇവനെ ഇങ്ങനെ ഇരുത്താൻ ഇപ്പം പേടിയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമുക്ക് വന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനൊരു പേടി. എന്തെങ്കിലും ഒച്ചയിട്ടാൽ ഇടയ്ക്ക് മുട്ടയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ ആയിട്ട് പോകും. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് നെറ്റ് ഇട്ടിട്ടും ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ ഒക്കെ എങ്ങനെയെങ്കിലും വന്ന് ഇങ്ങോട്ടൊക്കെ കയറിയാലോ എന്നൊക്കെ ഓർത്തിട്ടൊരു പേടി. ചേട്ടാ, ഓ ചേട്ടനാകുമ്പോൾ ഇങ്ങനെ പാഞ്ഞോടെന്നാ പറയണ എങ്ങനെയാ. അപ്പം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ ചേട്ടൻ ടോയ്ലറ്റിൽ പോയതായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുക പാട്. ഇനിയിപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി പോകാൻ നോക്കുക. ചേട്ടനൊന്ന് ചാര ഇടാൻ പോകുമ്പോ അവനെ കൂടെ കൊണ്ടോ. ഇവിടെ ഇരുത്തിയിട്ട് പോകണ്ട ചേട്ടാ, അവൻ അതിലൊക്കെ നടന്നാലോ. ഇതെന്നെ ഒരുമാതിരി തല്ലാൻ നിൽക്കുമ്പോൾ നിൽക്കണം. പിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകാൻ എനിക്ക് പേടി. ആ ചെറുക്ക അതിലൊക്കെ ഇറങ്ങി നടന്നാലോ. അത് ആ 2 മണിക്കൂർ വേണ്ട, 2 മിനിറ്റ് മതി ഒരു അപകടം ഉണ്ടാവാൻ. എനിക്ക് പേടിയാ.
അവനെ കൂടെ കൊണ്ടുപോകാൻ പാടില്ലേ? ഞാനും പോകാൻ തുടങ്ങുക. എന്നെ അവിടെ വരെ കയറ്റി വിട്ടിട്ട് പോയാൽ മതി. അതിനുമ്പോ എന്നാ ചേട്ടാ, എന്നെ കയറ്റി വിട്ടിട്ട് പോയാൽ മതി കേട്ടോ. ചോറ് എന്തൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ വാർത്ത് തരാം. ഇച്ചിരി കോരി മാറ്റിയിട്ട് വേണം വാർക്കാൻ. എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഇച്ചിരി കോരി എടുക്കണം. പറ്റത്തില്ല, മൊത്തം മടുപ്പ. ശനി ഞായർ വീട്ടിൽ ഇരുന്നു. തിങ്കളാഴ്ച പോകാൻ ചെറിയൊരു മടിയുണ്ട്. ചോറ് വെന്തോ? ഒന്ന് നോക്കാവോ? ഏതെങ്കിലും ഒരു തവി എടുത്തോണ്ട് പോകും. നെറ്റി നിറച്ച് കുരു വന്നേക്കും. അതുണ്ടോ? ചൂട് കാരണം ഉണ്ടാകുക. നെറ്റി നിറച്ചും കുരു. ഇതിലൊക്കെ കുരു വന്നേക്കുക. ചോറ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോറ് വറക്കാം. ചോറ് വറുത്തിട്ട് വരാം. ചോറ് കോരി മാറ്റി ഇനി ബാക്കി ചോറ് നമുക്ക് വാർക്കാം. വാർക്കാനും കഞ്ഞിവെള്ളം മാറ്റാനും ഒക്കെയുള്ള പാത്രങ്ങൾ ഇവിടെ റെഡിയാണ് കേട്ടോ. അങ്ങനെ ചോറ് നമ്മൾ വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ആൻസിനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുക. എനിക്കാണെങ്കിൽ സമയമായി. അരമണിക്കൂർ കൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയായി പോകുന്നറിയും. ആൻസേ, എടാ വേഗം എഴുന്നേക്ക. ഞാൻ കോളേജിൽ പോവുക. നീ എഴുന്നേറ്റ് പപ്പയുടെ കൂടെ നെയ്ശ്ശേരിക്കോ അവിടെ ചാര ഇടാൻ പോവാന്ന്. എടാ കപ്പയ്ക്ക് ചാര ഇടാൻ പോവാ. നീയും കൂടെ പൊക്കോ. എടാ ഒന്നും ഹെൽപ്പ് ചെയ്യടാ. നീ ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. നീ ഇവിടെ ഇരുന്ന ഡേഞ്ചറാണ്. എടാ എഴുന്നേക്കാൻ. എടാ ചാര ഇടാൻ പോവാൻ. അമ്മ എണീക്ക. ഇത് ഞാൻ പോവാ. ഒപ്പം തന്നെ നീ എണീറ്റ് വാ. ഫാൻ നിർത്താനോ? ഫാനൊക്കെ നിർത്തിത്തരാം. എടാ എണീക്കടാ. എടാ എണീക്കടാ. ഇതെന്തുവാ ഇത്? ഉത്തമ പുരുഷൻ കിടക്കും പോലെ. എന്തോ വാസ്തുപുരുഷൻ. ഉത്തമ പുരുഷനല്ല, വാസ്തുപുരുഷൻ കിടക്കും പോലെ ഉണ്ടല്ലോ. ഇതേത് മുദ്ര? എടാ എണീക്കടാ. ഇതുപോലെ കിടക്കണം കണ്ടതാ എസ്ര മൂവിക്കകത്ത്. സ്റ്റാർട്ടിങ്ങിൽ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരാളെ എസ്ര ചവിട്ടിക്കൂട്ടി വലിച്ചു കീറിയിട്ടേക്കണാണോ അതുപോലെ ഉണ്ട്. എടാ എണീക്കടാ. നിനക്ക് മുള്ളണോ? ഞാൻ ഉന്തിയതല്ല, നിന്നെ തോട്ടിയതല്ല. എടാ നീ ആവശ്യമില്ല. എടാ വാന്നേ. വാ എണീറ്റ് വാ. എണീറ്റ് വാടാ. നല്ല കുഞ്ഞാവ ഇല്ലടാ. പഞ്ചാര ഇല്ലടാ. ടക്കരയല്ലടാ. കാലും മുറിവൊക്കെ എങ്ങനെയുണ്ട്? മരുന്ന് കഴിക്കട്ടോ. ഈ വെട്ടം കാരണം കാണാനും വേണ്ട. അതെ ഇതാ 2 പാട്. വാ എണീറ്റ് വാ വച്ചാ. എണീറ്റ് വാന്നേ. അപ്പം ഇവനെ എന്നാലും കുത്തിപ്പൊക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പം ഞാൻ പോകാൻ റെഡിയായി. എന്നെ സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനൊക്കെ ആളുണ്ട് കേട്ടോ. ഇവർ 2 പേരും കൂടി ചാരമൊക്കെ എടുത്തു വെച്ചോ? ഇവർ 2 പേരും കൂടിയിട്ട് പോവാം കപ്പയ്ക്ക് ചാര ഇടാനായിട്ട്. ആൻസ് അവിടെ കയറിക്കോ. അവിടെ കയറാൻ. എടാ ഞാനിവിടെ ഇറങ്ങുവാ. സമയം കഴിഞ്ഞു പോയി. ഞാൻ വഴക്കൂടി ഇരിക്കണ. അപ്പൊ അതെ ഇവർ 2 പേരും കൂടി. ഞാനിവിടെ കയറി ഇരിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് മുമ്പി ഇരിക്കാൻ പറഞ്ഞ. ആൻസിന് പുറകെ ഇരിക്കണാണല്ലേ ഇഷ്ടം. അപ്പൊ ഇച്ചിരി കഴിയുമ്പോ അവൻ കിടക്കും.
എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. വഴക്ക് പറയുന്നോർത്താണോടാ? വഴക്കൊന്നും പറയില്ലടാ. നീ ഗുളിക കഴിച്ചേക്കണല്ലേ, അതുകൊണ്ട് എന്തായാലും തിന്നോ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഇച്ചിരി കഴിയുമ്പോ തളർന്നു പോവും. അപ്പൊ ഞാൻ ഏതായാലും പോയിട്ട് വരാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വിളിക്കും. ബിന്ദു സ്ട്രീംസ്. ബൈ.